ഇപ്പോൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് 16 ബിറ്റ് അഡീഷൻ്റെ ലോജിക്കാണ്. അപ്പോൾ 8051 നോർമലി യൂസ് ചെയ്യുന്ന രജിസ്റ്റേഴ്സ് എല്ലാം 8 ബിറ്റാണ്, എക്സെപ്റ്റ് DPTRഉം അതുപോലെ പ്രോഗ്രാം കൗണ്ടറും. ഇത് രണ്ടും വെച്ച് ബാക്കി യൂസ് ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാ രജിസ്റ്റേഴ്സും 8 ബിറ്റാണ് സൈസ്. അതുപോലെ യൂസ് ചെയ്യുന്ന മെമ്മറി ലൊക്കേഷൻസിലും സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ 8 ബിറ്റാണ്. ഓരോ മെമ്മറി ലൊക്കേഷനിലും സ്റ്റോർ ചെയ്യുന്നത് 8 ബിറ്റ് വാല്യൂ ആണ്. അപ്പോൾ 16 ബിറ്റിലേക്ക് വരുമ്പോഴത്തേക്കും ഇത് രജിസ്റ്ററിൽ വെക്കണമെങ്കിൽ വി ഹാവ് ടു ഗോ ഫോർ 2 രജിസ്റ്റേഴ്സ്. 2 രജിസ്റ്റേഴ്സ് നമുക്ക് വേണ്ടി വരും. അതുപോലെ ഒരു 16 ബിറ്റ് വാല്യൂ മെമ്മറിയിൽ വെക്കണമെങ്കിലും അഗെയിൻ 2 രജിസ്റ്റേഴ്സ് അല്ല 2 ലൊക്കേഷൻസ് വേണ്ടി വരും. അപ്പോൾ നമുക്ക് 2 നമ്പേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ 2 16 ബിറ്റ് നമ്പേഴ്സ് മെമ്മറി സ്റ്റോർ ചെയ്ത് അവിടെ നിന്ന് ലോഡ് ചെയ്ത് ആണ് ആഡ് ചെയ്യുമെന്ന് വിചാരിക്കുക. സോ അങ്ങനെയാണെങ്കിൽ 3000 അതുപോലെ 3001. സോ ഇവിടെ 2 നമ്പേഴ്സ് വെക്കുകയാണ്. അതുപോലെ 3002ലും 3003ലും. അപ്പോൾ ഇത് സപ്പോസ് നമ്പർ 1ൻ്റെ LSB പാർട്ടും ഇത് നമ്പർ 1ൻ്റെ MSB പാർട്ടുമെന്ന് വിചാരിക്കുക. 3002ലാണെങ്കിൽ എന്തെങ്ങനെയാണ് നമ്പർ 2ൻ്റെ MSBയും അതുപോലെ ഇവിടെ നമ്പർ 2ൻ്റെ LSBയും. സോ അങ്ങനെയാണ് എങ്ങനെയായിരിക്കും അഡീഷൻ നടക്കുക? പിന്നെ അഡീഷൻ നടക്കുന്നത് എളുപ്പമാണ്. LSB പോർട്ട് തമ്മിൽ ആഡ് ചെയ്യുക, അതായത് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും അഡീഷൻ്റെ റിസൾട്ടായിട്ട് ക്യാരി ജനറേറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് LSBയുടെ അഡീഷൻ. അത് കഴിഞ്ഞ് പിന്നെ MSB രണ്ടിൻ്റെ ആഡ് ചെയ്യുക. അപ്പോൾ MSB ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വി ഹാവ് ടു കൺസിഡർ ക്യാരി ഓൾസോ. കാരണം എന്താണ്, LSBയിൽ ആഡ് ചെയ്യുമ്പോൾ ക്യാരി ജനറേറ്റ് ചെയ്യാം, അതും കൂടെ ചേർത്തിട്ട് വേണം MSB ആഡ് ചെയ്യാൻ. അതായത് MSB ആഡ് ചെയ്യുന്ന സമയത്ത് വി ഹാവ് ടു യൂസ് ആഡ് വിത്ത് ക്യാരി. പക്ഷേ LSB ആഡ് ചെയ്യുമ്പോൾ ക്യാരി ആഡ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല, കാരണം അതിന് മുമ്പ് വേറെ ക്യാരി ജനറേറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനെയാണ് 16 ബിറ്റിൻ്റെ അഡീഷൻ നടക്കുന്നത്. അപ്പോൾ LSB ആഡ് ചെയ്യാന്ന് പറഞ്ഞ മീനിങ് എന്താണ്? LSBയിൽ വരുന്ന 8 ബിറ്റ്സ് ആഡ് ചെയ്യുക, അത് കഴിഞ്ഞ് MSB വരുന്ന 8 ബിറ്റ്സ് ആഡ് ചെയ്യുക അലോങ് വിത്ത് ക്യാരി. ഇതാണ് എൻ്റെ പ്രിൻസിപ്പിൾ. സോ പ്രോഗ്രാമിൽ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാമെന്ന് ചോദിച്ചാൽ, അപ്പോൾ 3000ലും 3001 ആണ് നമ്മൾ പറഞ്ഞത് ആദ്യത്തെ നമ്പർ, 3000 ആൻഡ് 3001. സോ ഇത് നമ്പർ 1ൻ്റെ LSBയും 3000 ഫസ്റ്റ് നമ്പറിൻ്റെ MSB ആണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് ഫസ്റ്റ് അക്യുമുലേറ്ററിലേക്ക് കൊണ്ടുവരിക, എയിലേക്ക് ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഈ ലോഡ് ചെയ്തതിന് ശേഷം അതൊരു രജിസ്റ്ററിലേക്ക്, ഏതെങ്കിലും ഒരു രജിസ്റ്ററിലേക്ക് വെക്കുക. സോ LSB തൽക്കാലം R0യിൽ വെക്കുമെന്ന് വിചാരിക്കുക, അതുപോലെ MSB R1ലേക്ക് വെക്കുമെന്ന് വിചാരിക്കുക. സോ ഇത് രണ്ടും ഡയറക്റ്റ് R0യിൽ R1ൽ വെക്കാൻ പറ്റത്തില്ല. ഇത് ആദ്യമേ എയിലേക്ക് ലോഡ് ചെയ്യണം. സോ അത് കഴിഞ്ഞിട്ട് വേണം R0യിൽ വെക്കാൻ. സോ LSB R0യിൽ വെക്കുന്നു, അതുപോലെ ഫസ്റ്റ് നമ്പറിൻ്റെ MSB R1ലും വെക്കുന്നു. സോ R0 എന്ന് പറഞ്ഞാൽ ഉള്ളത് N1ൻ്റെ R0യിലുള്ള N1ൻ്റെ LSBയും R1നുള്ളത് N1ൻ്റെ MSBയുമാണ്. ഓക്കെ. സോ ആദ്യത്തെ നമ്പറിൻ്റെ LSBയും MSBയും നമ്മൾ 2 രജിസ്റ്ററിലേക്ക് കൊണ്ടുവച്ചു. ഇനി എന്താ ചെയ്യണ്ടേ? ഇനി അക്യുമുലേറ്ററിലേക്ക് അടുത്ത രണ്ടാമത്തെ നമ്പറിൻ്റെ LSB കൊണ്ടുവരിക. അപ്പോൾ അതിനുവേണ്ടി എന്താ ചെയ്യണ്ടേ? അപ്പോൾ ഈ 2 നമ്പറിൻ്റെ LSB MSB എടുക്കണമെങ്കിൽ, ആദ്യത്തെ നമ്പറിൻ്റെ LSB MSB പാർട്ട് എടുക്കണമെങ്കിൽ നമ്മൾ മെമ്മറി ലൊക്കേഷൻ ആദ്യം ഒരു ലൊക്കേഷനിൽ പോകണം, അവിടെ നിന്ന് LSB എടുക്കണം.
അത് R0 കൊണ്ടുവെക്കുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, DPTR 1 ഇൻക്രിമെൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോകും. അവിടെ നിന്ന് എന്ത് ചെയ്യണം, രണ്ടാമത്തെ നമ്പർ അക്യുമുലേറ്റർ കൊണ്ടുവരിക. എന്നിട്ടത് R1 കൊണ്ടുവെക്കുക. പിന്നെയോ ഇനി അടുത്ത ലൊക്കേഷനിലേക്ക് പോവുക. സോ അടുത്ത ലൊക്കേഷനിൽ പോകുന്ന മീനിങ് DPTR പിന്നെ ഇൻക്രിമെൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത ലൊക്കേഷനിലേക്ക് എത്തും. സോ അവിടെ നിന്ന് രണ്ടാമത്തെ നമ്പറിൻ്റെ LSB എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, എയും R0യും കൂടെ ആഡ് ചെയ്യണം. എന്ന് വെച്ചാൽ സെക്കൻഡ് നമ്പറിൻ്റെ LSB എന്ന് പറഞ്ഞാൽ LSB 8 ബിറ്റാണ് വരുന്നത്. LSB 8 ബിറ്റ്സും രണ്ടാമത്തെ നമ്പറിൻ്റെ LSB 8 ബിറ്റ്സും അതുപോലെ ആദ്യത്തെ നമ്പറിൻ്റെ LSB 8 ബിറ്റ്സും ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. അതായത് A+R0 ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം, ആ ഒരു റിസൾട്ട് ഇപ്പോൾ എയിൽ എന്താ ഉണ്ടാവുക, എ എന്ന് പറഞ്ഞാൽ A+R0 ആയിരിക്കും ഉണ്ടാവുക. സോ ആ റിസൾട്ട് വേറൊരു രജിസ്റ്ററിലേക്ക് R2ലേക്ക് കൊണ്ടുവെക്കുക. ഇനി വീണ്ടും DPTR 1 ഇൻക്രിമെൻറ്റ് ചെയ്യുക. എയിലേക്ക് രണ്ടാമത്തെ നമ്പറിൻ്റെ MSB കൊണ്ടുവരിക. ഓക്കെ. എന്നിട്ട് എന്ത് ചെയ്യണം, ഇത് ആദ്യത്തെ നമ്പറിൻ്റെ MSB വെച്ചേക്കുന്നത് R1ലായിരുന്നു. അതും അതുപോലെ തന്നെ ക്യാരി ആയിട്ട് ആഡ് ചെയ്യുക. ക്യാരി എടുക്കാൻ കാരണം എന്തുകൊണ്ടാണ്, ആദ്യമേ നമ്മൾ LSB ആഡ് ചെയ്തു, അപ്പോൾ ക്യാരി വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ക്യാരി കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ MSB അഡീഷനിൽ എപ്പോഴും ആഡ് വിത്ത് ക്യാരി ആഡ്സ് എന്ന് പറഞ്ഞ കമാൻഡ് വേണം യൂസ് ചെയ്യാനായിട്ട്. സോ അങ്ങനെ കിട്ടുന്ന വാല്യൂ വേറെ ഏതെങ്കിലും രജിസ്റ്ററിൽ കൊണ്ട് വെക്കുക. R3യിലാണ് വെക്കുക എന്ന് വിചാരിക്കുക. സോ ഈ അഡീഷൻ്റെ റിസൾട്ട്. സോ ഓഫ് കോഴ്സ് 16 ബിറ്റ് നമ്പർ ആയതുകൊണ്ട് 2 രജിസ്റ്ററിലായിട്ട് നമുക്ക് റിസൾട്ട് കാണാൻ പറ്റുള്ളൂ. സോ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ R2ൽ നമ്മുടെ അഡീഷൻ്റെ റിസൾട്ടിൻ്റെ LSB ഉണ്ടാവും. R3ൽ റിസൾട്ടിൻ്റെ MSB ഉണ്ടാവും. സോ ഇനി എന്താ ചെയ്യേണ്ടത്, ഇനി ചെയ്യേണ്ടത് ഇതിപ്പോൾ രജിസ്റ്ററിലാണുള്ളത്, ഇത് നമ്മൾ മെമ്മറി ലൊക്കേഷനിലേക്ക് മാറ്റുക. അതിനുവേണ്ടി എന്താ ചെയ്യണേ, ആദ്യം നമുക്ക് LSB ലൊക്കേഷനിൽ വെക്കാം. R2ൽ നിന്ന് ആ വാല്യൂ, അതായത് റിസൾട്ടിൻ്റെ LSB അക്യുമുലേറ്റർ കൊണ്ടുവരിക. എന്നിട്ട് DPTR 1 ഇൻക്രിമെൻറ്റ് ചെയ്തിട്ട് അടുത്ത ലൊക്കേഷനിൽ പോവുക. എന്നിട്ട് ആ ലൊക്കേഷനിലേക്ക് വാല്യൂ കൊണ്ട് വെക്കുക. പിന്നീട് വാല്യൂ വെച്ചതിന് ശേഷം DPTR 1 കൂടെ ഇൻക്രിമെൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത് ഫസ്റ്റ് വാല്യൂ, അതായത് റിസൾട്ടിൻ്റെ LSB ഒരു ലൊക്കേഷനിൽ വെച്ചു. ഇനി എന്താ ചെയ്യേണ്ടത്, DPTR ഇൻക്രിമെൻറ്റ് ചെയ്യുക, അടുത്ത ലൊക്കേഷനിലേക്ക് പോവുക. അവിടെ എന്താ ചെയ്യേണ്ടത്, MSB ഉള്ളത് R3യിലാണ്. റിസൾട്ടിൻ്റെ MSB 8 ബിറ്റ്സ്. MSB എന്ന് പറയുമ്പോൾ ഓർക്കുക 8 ബിറ്റ്സാണ് അവിടെ പറയുന്നത്. സോ അത് എയിൽ കൊണ്ടുവെക്കുക. എന്നിട്ട് DPTR ഇൻക്രിമെൻറ്റ് ചെയ്തിട്ട് അടുത്ത ലൊക്കേഷനിൽ പോവുക. സോ അവിടെ അങ്ങോട്ട് ഈ പറഞ്ഞ MSB സ്റ്റോർ ചെയ്യുക. സോ ഇതാണ് അതിൻ്റെ ലോജിക്ക്. സോ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സോ നമ്പർ 1ൻ്റെ LSBയും നമ്പർ 2ൻ്റെ LSBയും ആഡ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം, അത് കഴിഞ്ഞ് നമ്പർ 1ൻ്റെ MSBയും
നമ്പർ 2-ൻ്റെ MSBയും ആഡ് ചെയ്യുക എലോങ് വിത്ത് ക്യാരി. ഈ അഡീഷൻ മാത്രം വിത്ത് ക്യാരി നടത്തണം. അപ്പോൾ ഈ റിസൾട്ട് നമുക്കൊരു 8-bit രജിസ്റ്ററിൽ കൊണ്ടുവെക്കാൻ പറ്റും. അതുപോലെ ഈ റിസൾട്ട് ഒരു 8-bit രജിസ്റ്ററിൽ വെക്കാൻ പറ്റും. സോ രണ്ടും കൂടെ ചേർത്ത് നമുക്ക് 16-bit ആൻസർ കിട്ടും. സോ അത് കഴിഞ്ഞ് ഈ രജിസ്റ്ററിലുള്ള വാല്യൂ മെമ്മറി ലൊക്കേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. സോ അതാണ് എൻ്റെ ലോജിക്ക്.